ഞങ്ങൾ സത്യാഗ്രഹം തുടങ്ങി ഏതാനും മണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ ഞാനും ഫേസ്ബുക്കിൽ കൂടെ കണ്ട വാർത്ത കൊറോണ ടെസ്റ്റിൽ നിന്നും പ്രവാസികളെ ഒഴിവാക്കി, നാട്ടിലേക്ക് വരുന്നവരെ ഒഴിവാക്കി എന്നുള്ള വാർത്തയെ കേട്ടത്. പക്ഷെ ഞാനത് ഉറപ്പിച്ചിട്ടില്ല. കാരണം 6 മണിക്കത്തെ വാർത്തയും കൂടി കേൾക്കണം. ചിലപ്പോൾ ഒരു യു-ടേൺ എന്നാലേ നമുക്കതിനെക്കുറിച്ച് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഈ വേദിയിലേക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാനതിൽ പറഞ്ഞല്ലേ, എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ നല്ലോണം ഇഷ്ടമുണ്ട്. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാനതിൽ പറഞ്ഞല്ലേ, എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ നല്ലോണം ഇഷ്ടമുണ്ട്. രാഷ്ട്രീയത്തിന്റെ കുപ്പായം ഇടാൻ ഫിറോസ് കുന്നംപറമ്പിൽ വരില്ല എന്ന് മാത്രം ഒരു ഉറപ്പേ എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുള്ളൂ. ഈ ഒരു ഉറപ്പിന്മേല് മരണം വരെ ഞാൻ പ്രവർത്തിക്കും. അതിൽ യാതൊരുവിധ സംശയം വേണ്ട. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ, എഴുതി വെച്ചോ. നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇറങ്ങും. ഏത് പാർട്ടി എന്റെ മുന്നിലേക്ക് വന്നാലും ആ പാർട്ടിക്കാരോടൊക്കെ ഗെറ്റ് ഔട്ട് അടിച്ചു വിടും എന്നല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. കാരണം ഞാനൊരു മുസ്ലിം ലീഗുകാരനായിരുന്നു. ഇനിയും എനിക്ക് മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കാൻ ഇഷ്ടമുണ്ട്. തുടർന്ന് ഞാൻ പോവുകയാണെങ്കിൽ അതിൽ തന്നെ പോവുള്ളൂ. അതിലൊന്നും സംശയം. ആര് വന്നാലും ഞാൻ ആ പരിപാടിക്കില്ല. ഞാൻ എന്റെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇനി ഈ പ്രവർത്തനങ്ങള് നിർത്തേണ്ടി വന്നാൽ ഇത് നിർത്തിവെച്ച് ഞാൻ എന്റെ കുടുംബം നോക്കി മുന്നോട്ട് പോകും എന്നല്ലാതെ മറ്റൊന്നിനും ഞാനില്ല. പോകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ചാരിറ്റി പ്രവർത്തനം നിർത്തേണ്ടി വന്നാൽ ഞാൻ എന്റെ പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. പോകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ചാരിറ്റി പ്രവർത്തനം നിർത്തേണ്ടി വന്നാൽ ഞാൻ എന്റെ പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും.